ഇത് അമ്മച്ചിയുടെ ഒരു ട്രിക്കാണ് കേട്ടോ. നിങ്ങളാരും ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ വേണ്ട നിങ്ങളെ പറയാം. ഒരു ചക്ക വേവിച്ചത് ഫ്രീസറിൽ ആവി കയറ്റി വെച്ചിരുന്നതാണ്. അത് ലാസ്റ്റാണ് തീർന്നു കേട്ടോ. തീർക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു പരീക്ഷണം അങ്ങ് ചെയ്യുകയാണ് കേട്ടോ, ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും തോരന് വേണ്ടി ഞാൻ ഒതുക്കി വെച്ചതാണ്. അപ്പം ചക്കയ്ക്കുള്ള മുളക് പോരായിരിക്കും, ഉപ്പും എല്ലാം ചേർത്തതാണ്. കാന്താരി, ഉപ്പ്, വെളുത്തുള്ളി എല്ലാം ചേർത്ത് എന്തെങ്കിലും തോരന് ഞാനിങ്ങനെ ഒതുക്കി വെച്ചേക്കും. രാവിലെ ഒതുക്കി വെച്ചതാണ്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് കരിവേപ്പിലയും ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് മതിയായിരിക്കും കേട്ടോ. ചക്കയ്ക്ക് ഇച്ചിരി ഇട്ടാൽ അരപ്പിനും ഇട്ടാൽ മതിയായിരിക്കും, എന്നാലും ഇട്ടേക്കുവാണ്. പിന്നെ കുറച്ച് കുരുമുളക് ചക്കയ്ക്ക് നല്ലതാണ്. അപ്പം കുറച്ച് കുരുമുളക് കൂടെ അങ്ങ് ചേർത്ത്, വെളുത്തുള്ളി ചേർത്തതാണ്. എനിക്ക് കുരുമുളക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചക്കയ്ക്ക് നല്ലതാണ് കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങ് ചേർത്ത് ഇനിയും ഇതൊന്ന് കത്തിച്ച് ഒരു 2 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. അപ്പം തീ കത്തിച്ചു. ഇനി അതവിടെ ഒന്ന് മൂടി വെക്കാം. മീൻകറി കൊണ്ട് ചക്ക തിന്നാനാണ് ഇതൊരു പരീക്ഷണം. ഇതിനകത്ത് എല്ലാം ഇട്ടില്ല. ഞാൻ ഇടാൻ വിചാരിച്ചത് ഇട്ടില്ല കേട്ടോ, അതാണ് മറന്നുപോയി. മറവി എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഗുണവും ചെയ്യും ദോഷവും ചെയ്യും. ചില മറവിയൊക്കെ ഗുണമാണ്. കുറച്ച് ചെമ്മീൻ കഴുകി വറുത്ത് വെച്ചിരുന്ന ചെമ്മീനാണ്. ഇതൊന്ന് കഴുകി അതിനകത്തോട്ട് ഇടുകയാണ്. ഉണക്കച്ചെമ്മീനാണ് കേട്ടോ. ഉണക്കച്ചെമ്മീനും ചക്കയും കൂടെ ഇന്ന് വരെ ഞാൻ വെച്ചിട്ടില്ല. വേറെ വല്ലവരും വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. എനിക്കറിയത്തില്ല കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല. പിന്നെ അതിൻ്റെ അല്ലേ വേറെ തിന്നും, വേണ്ടെങ്കിൽ തിന്നണ്ട. ഇതെല്ലാം പരീക്ഷണങ്ങളാണ് കേട്ടോ. അപ്പോൾ ആവി വന്നാൽ മതി. ഒരു 2 മിനിറ്റ് ഇന്നൊന്ന് ആവി വരട്ടെ. അപ്പം നല്ലതാണെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഏതുമായാലും പിന്നെ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ചക്ക റെഡിയായി കേട്ടോ. ഞാൻ ഇളക്കിയെടുത്ത് നല്ല കുഴഞ്ഞ് നന്നായിട്ട് കിട്ടി. ഞാൻ ഒരു പ്ലേറ്റിലെടുത്ത് ഉണക്കച്ചെമ്മീനും ചക്കയും കൂടെ എങ്ങനെ ഉണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്യുക. ഉണക്കച്ചെമ്മീൻ വലിയ കോമ്പിനേഷനാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ ചിന്തിച്ചു ചെയ്തു. എല്ലാവരും ഈ പരീക്ഷണം പല ചെയ്തതല്ലേ ഓരോന്നല്ലാന്ന് നോക്കുന്നത്. ഞാനങ്ങനെ ചില ടെസ്റ്റൊക്കെ അങ്ങ് നടത്തുന്നതാണ്. അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ലതായിരിക്കും. ഏതായാലും ഒരു ശകലം എടുത്ത് തിന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇച്ചിരി എണ്ണ കൂടെ ഒഴിച്ച് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ വല്ലതുമൊക്കെ ഒന്ന് പരീക്ഷിക്കുക. ഇതെല്ലാം ഓരോ ട്രിക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അല്ല ഇതെല്ലാം നമ്മുടെ, അല്ലാതെ ഇതൊന്നും നമ്മൾ ഓരോന്നങ്ങ് നല്ലതായിരിക്കും എന്ന് വിചാരിക്കും. ഇപ്പം മീൻകറി ഉണ്ട്, ഇനി ഇതിന് മീൻകറിയുടെ ആവശ്യമില്ല, കാരണം ചെമ്മീൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉണക്ക ചെമ്മീനും മീൻചാറും കൂടെ അത്യാവശ്യമല്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പാണ്, സമയം 12 മണിയാകാനായി. ഇനി ഇത് കഴിച്ചാൽ ഇന്ന് ചോറ് കഴിക്കുകയില്ല. അപ്പോൾ ഇന്നത്തേത് ഇതായിക്കോട്ടെ. പിന്നെ ചോറ് കഴിക്കണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. ഏതായാലും എടുത്തത് കളയണ്ട, കഴിച്ചേക്കാം. ഓക്കേ. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ബെല്ലൈക്കൺ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടോ. ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ഓരോന്ന് ഇനിയും പുറകാലെ ഇങ്ങനെയുള്ള ഓരോന്ന് വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇങ്ങനെ എൻ്റെ ഓരോ പരീക്ഷണങ്ങൾ. ഓക്കേ, താങ്ക്സ് ഫോർ വാച്ചിങ്.